വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മജി വന്നിറങ്ങിയ പുരാതന ബോട്ട് ജെട്ടിക്ക് പുതുജീവൻ. 40 ലക്ഷത്തോളം രൂപ മുടക്കി നടത്തുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് CK ആശ MLA തുടക്കം കുറിച്ചു. 1925 മാർച്ച് 9 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായി മഹാത്മജി വൈക്കത്ത് ബോട്ട് ജെട്ടിയിൽ എത്തിയത്. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ വൈക്കത്തെ പഴയ ബോട്ട് ജെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട്. എന്നാൽ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറമുള്ള കരുതൽ ഇല്ലാതെ വന്നതോടുകൂടി ബോട്ട് ജെട്ടിയെക്കുറിച്ച് നിരവധി പരാതികളാണ് ഉയർന്നു വന്നത്. എന്നാൽ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി CK ആശ MLA ഇടപെട്ടതോടെ കാര്യത്തിൻ്റെ ഗതി മാറുകയാണ്. ചരിത്രപ്രസിദ്ധമായ വൈക്കം പഴയ ബോട്ട് ജെട്ടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 40 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പഴയ ബോട്ട് ജെട്ടിയുടെ നവീകരണം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിനായി വന്നിറങ്ങി ചരിത്രത്തിൽ ഇടം നേടിയ ഈ ഒരു ബോട്ട് ജെട്ടി വളരെ കാലപ്പഴക്കം കൊണ്ട് തന്നെ ജീർണാവസ്ഥയിലാണ്. അത് നല്ല രീതിയിൽ തന്നെ നവീകരിച്ച് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ ആദ്യ നടപടികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് എത്രയും വേഗം തന്നെ തീർന്ന് ഏറ്റവും ഭംഗിയായ രീതിയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഉപകരിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കും എന്നൊരു പ്രതീക്ഷിക്കുന്നു. രാജ്യമുദ്ര അടങ്ങിയിട്ടുള്ള കെട്ടിടം തനിമ ചോരാതെ പുനർനിർമ്മിക്കാനാണ് തീരുമാനം. ആദ്യഘട്ടമായി ബോട്ടുകൾ അടുപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. പഴയ മേൽക്കൂര അടക്കം പുനർനിർമ്മിച്ച് തറകൾ ടൈലുകൾ പാകി മനോഹരമാക്കും. 40 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഇറിഗേഷൻ വകുപ്പാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വൈക്കം സത്യാഗ്രഹ മ്യൂസിയവുമായി ബന്ധപ്പെടുത്തി ബോട്ട് ജെട്ടി സ്മാരകമാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ന്യൂസ് ടീം, വൈക്കം വിഷൻ.